ഇൻസ്റ്റഗ്രാമുകളിലോ ഇന്ന ലൈക്ക് ചെയ്യും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുക്കും. ഇതാണോ സൗഹൃദം? അല്ലെങ്കിൽ ടെലഗ്രാമിൽ പുതിയ പുതിയ മൂവീസുകൾ അയച്ചു തരും. ഇത്ര ക്വാളിറ്റിയുള്ളൂ പല കൂട്ടുകാരനും. എന്റെ ഓരോ മക്കളും ഒന്ന് ആത്മാവിനോട് ചോദിക്ക്, ഒരു വക്തിന് നമുക്ക് പള്ളിയിൽ പോകണ്ടേ എന്ന് ചോദിച്ച് കൂടെ കൂട്ടാത്ത കൂട്ടുകാരനാണെങ്കിൽ നിങ്ങളെ ശത്രുവാണ് ആ കൂട്ടുകാരൻ. ഒരു കൂട്ടുകാരനെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ, ഒരു ഹൈസക്കിന് കൊണ്ടുപോകാൻ, ഒരു ഖുർആൻ ഓതാൻ, ഒരു ജമാഅത്തിൽ പങ്കെടുപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ? നിങ്ങളെ കൂട്ടുകാരന്റെ ശത്രുവാ നിങ്ങൾ. പല കൂട്ടുകാരെ കൊണ്ടും ആ പല മക്കളും നശിക്കാറുള്ളത് അല്ലേ? പലരും ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നത് കൂട്ടുകാരെ കൊണ്ട്, പലരും വേണ്ടാത്തരത്തിന് കൂട്ടുനിൽക്കുന്നത് കൂട്ടുകാരെ കൊണ്ട്. പല കുടുംബത്തിൽ നിന്നും ഇറങ്ങി വരുന്ന പെൺകുട്ടികളെ കാവലിൽ നിന്ന് സൂചന കൊടുത്ത് സഹായിക്കുന്നതും കൂട്ടുകാര്. ശൈത്താൻ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരുന്ന കൂട്ടുകാരൻ ഒരിക്കലും എന്റെ നന്മയല്ല എന്നെന്റെ മക്കൾ ചിന്തിക്കണം. ഒരു ഗുണവുമില്ലേ, ആ സൗഹൃദങ്ങൾ വേണ്ടെന്ന് വെക്കണം. സിനിമ നൽകുന്ന കൂട്ടുകാരനോ ബ്ലൂ ഫിലിം നൽകുന്ന കൂട്ടുകാരനോ വേണ്ടെന്ന് വെക്കണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതുപോലെ അൽ മർഉ അലാ ദീനി ഖലീലിഹി, നമ്മളൊക്കെ പലപ്പോഴും കൂട്ടുകാരെ മതത്തിലാണ്. അവരെന്ത് ചെയ്യുന്നോ അതിന്റെ കൂടെ, അവരെന്ത് ആവേശം കാണിക്കുന്നോ. ഇക്കഴിഞ്ഞ ദിവസം 3 മക്കളാ റോട്ടുമ തീർന്ന്. ഇരുചക്ര വാഹനത്തിൽ 3 കൂടി പറന്നു പോകുമ്പോ ഒരു വളവിൽ വെച്ച് മറ്റൊരു വാഹനം ഇടിച്ചു തെറിപ്പിച്ചപ്പം 2 മക്കളും കണ്ണീരോടെ മാപ്പാരുമാര് പറയുന്നുണ്ട്, എന്റെ നല്ല മക്കളായിരുന്നു, ഓന്റെ കൂടെ കൂടിയപ്പോ, അവന്റെ കൂടെ കൂടിയപ്പോളാ എന്റെ മക്കള് മോശമായത് എന്ന്. എന്റെ പ്രിയപ്പെട്ട മക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്കൊരു ഗുണവും തരാത്ത സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ചേക്കണം. എന്തെങ്കിലും ഭക്ഷണം വാങ്ങിത്തരലും ഷെയറിട്ട് മന്തിയയിക്കാൻ പോകലും മാത്രമല്ല ഒരു നല്ല സൗഹൃദത്തിന്റെ ലക്ഷണം. ബാങ്ക് കൊടുക്കുമ്പം യാത്രയിലാണോ വാഹനം നിർത്തണം, ജമാഅത്തിന് പോണം, ദീനീപരമായ സദസ്സുകളിൽ പങ്കെടുക്കണം. പലരും നമ്മളെ നിരുത്സാഹപ്പെടുത്തും. എന്റെ ഒരു ഹൈസക്ക്, എന്റെ ഒരു MSM, ഒരു ശനിയും ഞായറും ഒഴിവുള്ളത് എന്തിനാ അങ്ങനെ വെറുതെ കൊണ്ടുപോയി കളയുന്നത്? എനിക്ക് അവിടെ ചെന്നിട്ട് എന്ത് കിട്ടാനാ? ഇതിലൊന്നും അർത്ഥം കണ്ടെത്താത്ത, മനസ്സുറപ്പില്ലാത്ത ചില കൂട്ടുകാർ തിരിച്ചു പറയും, ബോറ്, അവിടെ ഇരുന്ന് ഞാൻ ഉറങ്ങിയതാ. ആ ഇരുത്തം പോലും അള്ളാന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിനു വേണ്ടി ജീവിതം നീക്കിവെക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട്. ഇന്നും കേരളക്കരയിൽ ഈ കേരളത്തെ നരകതുല്യമാക്കുന്നതിൽ നിന്ന്, ഈ സമുദായത്തെ നശിപ്പിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് മുജാഹിദ് പ്രസ്ഥാനമാണ്. ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം ISM, MSM, FGM, കേരള മധുവത്തിൽ മുജാഹിദിനുമടക്കം ഈ കേരളത്തിന്റെ മുക്കമൂലകളിൽ അഹോരാത്രം പ്രയത്നിച്ചതിന്റെ ഫലമാണ് മക്കളെ. നിങ്ങൾക്ക് പടച്ചറപ്പിനെ ഭയപ്പെട്ടുകൊണ്ടും ദീനിയായിട്ട് ജീവിക്കാനും ഈ കേരളക്കരയിൽ പോലും സാധിക്കുന്നതെങ്കിൽ ആ സൗഹൃദത്തിന്റെ ആദർശത്തിന്റെ കണ്ണികളാവണം. അതിനെന്റെ കൂട്ടുകാരെ ഇതിലേക്ക് കൊണ്ടുവരണോ? ഞാൻ കൊണ്ടുവരണം. അതല്ലെങ്കിൽ രാഷ്ട്രീയക്കാരന്റെ ചട്ടുകങ്ങളായി പേനക്കത്തി കൊണ്ട് രാഷ്ട്രീയക്കാരൻ സുഹൃത്തിന്റെ മുതുക്കത്തി ചിത്രം വരയ്ക്കുന്ന രാഷ്ട്രീയ കോമരങ്ങളായി മാറാൻ പാടില്ല. ഇന്ന് അങ്ങനെയൊക്കെയാണ്. ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. ചിലപ്പോഴൊക്കെ ചില സമരം ഉണ്ടാകുമ്പോൾ ചില കുട്ടികൾ കാണാ നമ്മളെ മുൻപിൽ നിന്നൊരു കയ്യൊക്കെ അങ്ങോട്ട് വലിച്ചു കയറ്റും. എന്താ? ഇന്ന് ഞാളെ പാർട്ടിന്റെ സമരാണ്. അതാണോ ഹീറോയിസം? അതാണോ ആണത്വം? ഗുരു പഠിപ്പിക്കുന്ന, അക്ഷരം പഠിപ്പിക്കുന്ന ഗുരുവര്യരെ അസഭ്യം പറയലാണോ ആണത്വം? അക്ഷരം പഠിപ്പിക്കുന്ന അധ്യാപകയുടെ മുഖത്ത് നോക്കി തർക്കുത്തരം പറയലാണോ പെണ്ണത്വം? അക്ഷരങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന അധ്യാപകർക്ക് മുൻപിൽ ഉയർത്തിക്കെട്ടുന്ന മാടിക്കുത്തുന്ന മുണ്ടുകളും റിബൺ കെട്ടുന്ന തലയും ആ കൂക്കുവിളിയുമാണോ യൗവനങ്ങളുടെ ആണത്വം? അല്ല. അത് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയമാണ്. വേഷം കെട്ടുന്ന, മാണം കെട്ട ജീവിതത്തിന്റെ ഉടമകൾക്ക് ഈ ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ അപമാനമാണ് അത്തരത്തിലുള്ള ജീവിത രീതികളിലേക്ക് ചെന്നെത്തുക എന്നുള്ളത്. ഞാൻ പറയാറുണ്ട്, ചില കല്യാണപ്പുരയിലൊക്കെ തുള്ളുന്ന ചില ആൺകുട്ടികളെ കാണും. എന്താ അതിന്റെ ഉദ്ദേശം? 4-5 പെൺകുട്ടികൾ നോക്കിക്കുമ്പോ ഓലടയിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ. നിലവാരം നഷ്ടപ്പെടുത്തുന്ന കോലങ്ങളായി മാറരുത് മക്കളെ. ആണായാൽ, യൗവനങ്ങളായാൽ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുൻയാനുൻ മർസൂസ്. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ പെരുമ്പാവൂരല്ല, എറണാകുളത്തല്ല, കേരളത്തിന്റെ കാസർഗോഡ് മുതൽ കേരളത്തിന്റെ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ വരെ ആദർശത്തിന്റെ വെളിച്ചം എത്തിക്കാൻ പറ്റും. അതിനെന്തു വേണം? നിങ്ങൾ ഉറച്ചു നിൽക്കണം റബ്ബിന്റെ ദീനിനു വേണ്ടി. അത് നശിപ്പിക്കാൻ ശൈത്താൻ കൊണ്ടുതരുന്ന ആദ്യത്തേതാണ് മോശം കൂട്ടുകാരൻ.
അവൻ നമ്മളെ നശിപ്പിക്കുമെങ്കിൽ അവന്റെ സൗഹൃദം വേണ്ടെന്ന് വെക്കണം. അതോടൊപ്പം തന്നെ അവിശുദ്ധമായ ബന്ധങ്ങളിലേക്ക് ചെന്ന് കയറരുത്. ഈ സദസ്സിന്റെ പിൻഭാഗത്തിരിക്കുന്ന പെൺമക്കളെ തൊട്ട് 1000 വാപ്പമാർക്ക് സ്വപ്നങ്ങളുണ്ട്. ഈ സദസ്സിലേക്ക് അവരെ പറഞ്ഞയക്കുമ്പോൾ പോലും മാതാപിതാക്കൾക്ക് ഒരു സ്വപ്നമേ ഉള്ളൂ, എന്റെ പെൺമക്കൾ ഒരു നല്ല മക്കളായിട്ട് വളരണം. നാളെ ഈ തലമുറയിലെ മക്കളുടെ നേതൃത്വ സ്ഥാനത്തേക്കും നല്ല മക്കൾക്ക് ജന്മം കൊടുക്കാനും റബ്ബ് സൃഷ്ടിച്ച ഈ ലോകത്തെ ഏറ്റവും നല്ല പുണ്യ സൃഷ്ടി സ്ത്രീ എന്ന കൂട്ടർ, ആ സ്ത്രീ എന്ന മകളെ, ആ സ്ത്രീ എന്ന പെൺകുട്ടിയെ കയ്യും കാലും കാണിച്ച് അവിശുദ്ധ ബന്ധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും ശാപവും പാപവുമാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. ഇന്നതാ പെണ്ണുങ്ങളുമായിട്ട് ബന്ധമില്ലെങ്കിൽ ഓൻ ആണല്ല, കുറച്ച് പ്രേമവും കുറച്ച്, ഞാൻ അതിന്റെ മലയാളവും ഇംഗ്ലീഷും പറയുന്നില്ല,